അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കായവട്ടൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു നേന്ത്രക്കായാണ് എടുത്തത്. കായ നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ കായ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഈ പാത്രത്തിലേക്ക് മുറിച്ച് വെച്ച കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കായ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റ് തിളക്കുമ്പോഴേക്കും കായ വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ കായ ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും വെന്താലും മതി. ഒരുപാട് സമയം വേവിച്ച് അടിച്ച് കളയരുത്. ഒരു 3/4 വേവായാലും മതി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു സ്ട്രെയിനറിലിട്ട് ഇതിനകത്തുള്ള വെള്ളം ഒഴിവാക്കണം. കായവട്ടൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ഉഴുന്ന് കൂടി ഇട്ട് കൊടുക്കാം. ഉഴുന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആവുമ്പോൾ ഒരു സവാളൻ്റെ പകുതി എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ചേർക്കുക. കൂടെ 2 പച്ചമുളകും ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കുക. പിന്നെ 2-3 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കണം. സവാള വഴന്ന് കഴിയുമ്പോൾ ഒരു ചെറിയ കപ്പിൽ ചിരകിയ തേങ്ങ കൂടി ചേർക്കാം. എന്നിട്ട് 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും 1 മിനിറ്റ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വേവിച്ച് വെച്ച കായ ചേർക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. കായ വേവിച്ച് വെച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി പോവരുത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ കായയിൽ പിടിച്ച് കിട്ടാൻ വേണ്ടി മാത്രമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുത്തില്ലല്ലോ, കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്താൽ കായവട്ട റെഡിയായി. താങ്ക്സ് ഫോർ വാച്ചിങ്.